നൂറ്റാണ്ടുകൾ നീണ്ട വിദേശ ഭരണത്തിൽ നിന്ന് 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും സ്വന്തമായൊരു ഭരണ നിയമം നമുക്കന്ന് ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നിയമങ്ങൾ അനുസരിച്ചാണ് ആദ്യത്തെ കുറച്ചു വർഷങ്ങൾ ഇന്ത്യ മുന്നോട്ടു പോയത്. എന്നാൽ ഒരു സ്വതന്ത്ര രാജ്യത്തിന് സ്വന്തമായ നിയമങ്ങളും ലക്ഷ്യങ്ങളും വേണമെന്ന് നമ്മുടെ നേതാക്കൾ ഉറപ്പിച്ചു. അങ്ങനെയാണ് ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കുന്ന ആ വലിയ നിയമപുസ്തകം അഥവാ ഭരണഘടന നിർമ്മിക്കാനുള്ള യാത്ര തുടങ്ങുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടന തയ്യാറാക്കാൻ ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പണ്ഡിതർ ഏകദേശം 3 വർഷത്തോളം കഠിനാധ്വാനം ചെയ്തു. ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ജാതിയും മതവും ഭാഷയും പരിഗണിച്ച് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന രീതിയിലാണ് അവർ അത് എഴുതിയുണ്ടാക്കിയത്. ഈ നിയമപുസ്തകം തയ്യാറായപ്പോൾ അത് നടപ്പിലാക്കാൻ നമ്മുടെ ചരിത്രവുമായി ബന്ധമുള്ള ഒരു സവിശേഷ ദിവസം തന്നെ വേണമെന്ന് നേതാക്കൾ തീരുമാനിച്ചു. 1930 ജനുവരി 26-ന് കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി 1950 ജനുവരി 26 തന്നെ ഭരണഘടന നിലവിൽ വരുന്ന ദിവസമായി തിരഞ്ഞെടുത്തു. ആ ദിവസം രാവിലെ 10:30 ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. അതോടെ ഇന്ത്യയുടെ ഭരണത്തലവനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജഭരണമോ വംശപാരമ്പര്യ ഭരണമോ ഇല്ലാതെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ രാജ്യം ഭരിക്കുന്ന രീതി അന്നു മുതൽ ഉറപ്പിക്കപ്പെട്ടു. ഓരോ വർഷവും ജനുവരി 26-ന് നാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ നാം നമ്മളെ തന്നെ ഭരിക്കാൻ പ്രാപ്തരായ ഒരു വലിയ ജനാധിപത്യ രാജ്യമായി മാറിയതിൻ്റെ ആ അഭിമാനകരമായ നിമിഷത്തെയാണ് സ്മരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ഒരു രാജാവിൻ്റെയോ രാജ്ഞിയുടെയോ മക്കളല്ല ഭരിക്കേണ്ടത്, പകരം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരായിരിക്കണം രാജ്യം ഭരിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള പ്രസിഡന്റിനെ പോലും നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്.